ഹലോ, നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ ഹെയർ ബാൻഡ് മേക്കിംഗ് കിറ്റ് നിങ്ങൾ കണ്ടിരുന്നില്ലേ? അതിലുണ്ടായിരുന്ന 1/2 ഇഞ്ചിൻ്റെ സാറ്റിൻ റിബൺ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെയർ ബാൻഡിൻ്റെ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് ഈ ഒരു റിബൺ വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഹെയർ ബാൻഡുകൾ ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ എല്ലാം മേക്കിംഗ് വീഡിയോകൾ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഈ ഒരു സാറ്റിൻ റിബണിൽ നിന്നും നമ്മൾ 20 സെൻറ്റിമീറ്റർ നീളത്തിലൊരു പീസ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അതിൻ്റെ രണ്ടറ്റവും ഇതുപോലെ ഒരു ലൈറ്റർ വെച്ചിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുന്നുണ്ട്. സാറ്റിൻ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നൂലൊക്കെ വലിഞ്ഞ് നാശമാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരുക്കിയിട്ടുള്ളത്. ഇനി നമ്മളൊരു സൂചി എടുത്തിട്ടുണ്ട്, അതിലൂടെ നൂല് കോർത്തിട്ട് അതിൻ്റെ രണ്ടറ്റവും കൂട്ടിയിട്ടൊന്ന് കെട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു റിബണിൻ്റെ അരികു വശത്തിലൂടെ ഈ ഒരു രീതിയിൽ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ റിബണ് ഫുള്ളായിട്ടും നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിതിനെ നമ്മുടെ നൂലിൻ്റെ അറ്റത്തേക്ക് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നൂലിൻ്റെ അറ്റത്തായിട്ട് കെട്ടിട്ട് കൊടുത്തിരുന്നില്ലേ, ആ ഒരു നൂലിനെ ഇതുപോലെ ഒന്ന് വലിച്ചെടുത്തിട്ട് അതിലെ 2 നൂലുകൾക്കിടയിലൂടെ നമ്മുടെ സൂചിയെ ഇതുപോലെ ഒന്ന് കോർത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് ടൈറ്റാക്കി വലിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത്. ഇനി നമ്മൾ ഈ ഒരു നൂലിനെ നമ്മുടെ സാറ്റിൻ റിബണിൻ്റെ ചീത്ത വശത്തേക്ക്, അതായത് ആ ഗ്ലേസിങ് കുറവുള്ള ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ പിടിച്ചിട്ട് നമ്മൾ അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് നമ്മൾ നൂലിനെ ഒന്ന് ലോക്കിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കി വരുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഫ്ലവറിൻ്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്രില്ലെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് നല്ലൊരു ഫ്ലവറിൻ്റെ ഷേപ്പിലാക്കിയെടുത്താൽ മതി. അങ്ങനെ നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതേ രീതിയിൽ നമ്മുടെ 3 റിബണിൽ നിന്നും ഫ്ലവേഴ്സ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ ഓരോ കളർ റിബണിൽ നിന്നും 3 ഫ്ലവർ വീതം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒട്ടിക്കാനായിട്ട് ഒരു ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട്. വൈറ്റ് സാറ്റിൻ കവേർഡ് ഹെയർ ബാൻഡാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമുക്ക് പ്ലെയിൻ ഹെയർ ബാൻഡിൽ വൈറ്റ് സാറ്റിൻ റിബൺ ചുറ്റിയെടുത്താലും മതി. അതിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഹെയർ ബാൻഡിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. ശേഷം നമ്മൾ വൈറ്റ് ഫ്ലവർ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരു വശത്ത് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് വീണ്ടും വൈറ്റ് ഫ്ലവർ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആദ്യം ഒട്ടിച്ച ഫ്ലവറിൻ്റെ അടുത്ത വശത്തായിട്ട് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. ശേഷം അടുത്ത വൈറ്റ് ഫ്ലവർ ഒട്ടിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഒട്ടിച്ചിരിക്കുന്ന വൈറ്റ് ഫ്ലവറിൻ്റെ ഒരു വശത്തായിട്ട് നമ്മൾ 3 പച്ച കളറിലുള്ള ഫ്ലവേഴ്സ് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് വൈറ്റ് ഫ്ലവേഴ്സിൻ്റെ അടുത്ത വശത്തായിട്ട് ഇതുപോലെ 3 ഓറഞ്ച് കളറിലുള്ള ഫ്ലവേഴ്സും ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ തീമിൽ തന്നെ നമ്മുടെ ഹെയർ ബാൻഡ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്നുകൂടെ കൂടുതൽ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഇതിൽ സ്റ്റോണോ ബീഡ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ വൈറ്റ് കളറിലുള്ള ഹാഫ് ബീഡ്സാണ് ഒട്ടിച്ച് കൊടുക്കാൻ പോകുന്നത്. ഈ ഒരു രീതിയിൽ നമ്മൾ ഓരോ ഫ്ലവറിൻ്റെ സെൻറ്ററിലും ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഓരോ ബീഡ്സായിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. എല്ലാ ഫ്ലവറിലും നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഹെയർ ബാൻഡ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മൾ അടിപൊളിയായിട്ട് ഒരു ഹെയർ ബാൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ മേക്കിംഗ് വീഡിയോകൾക്കായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.